ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇഷ്ടംപോലെ നമുക്ക് മാങ്ങയൊക്കെ കിട്ടുന്നതാണ്. അന്നേരം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ മാമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നടുവേ കീറിയതാണ്. ഞാൻ മുളക് അരയ്ക്കുന്നില്ല കേട്ടോ, ഇതുപോലെ കീറി ഇടുന്നതേ ഉള്ളേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം കുറച്ചൊന്ന് പറ്റി വരണേ. വെള്ളം പറ്റി വരുമ്പോഴേക്കും മാങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ച് വെച്ച് കൊടുക്കാവേ. മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 12 മാങ്ങ എടുത്തുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുക്കുന്നത്. നിങ്ങളതിൻ്റെ പകുതി എടുക്കുന്നുള്ളെങ്കിൽ ഒരു 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങ അരയുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ മുകളിലോട്ട് വെള്ളം വരണ്ട കേട്ടോ. തേങ്ങ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കരുതേ. അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ്. അതിന് ശേഷം തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ചാൽ മതി. ഈ വെള്ളം കുറച്ചൊന്ന് പറ്റി വരട്ടെ. മാങ്ങ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് പറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വെള്ളം വേണം. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി അടച്ചു വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയാണ് കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ അധികം മധുരമില്ലാത്ത മാങ്ങയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതോ ചേർത്ത് കൊടുക്കാവേ. അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. തണുത്ത് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തോണം. തൈര് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകണ്ട. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരു 2 മിനിറ്റ് കഴിയട്ടെ. ഈ തിളച്ച് വരുന്നതൊന്ന് കുറച്ച് നിന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകുവേ. അത് നല്ലതുപോലെ തിളച്ചുകൊണ്ടിരുന്നതൊക്കെ നിന്നിട്ടുണ്ട്. ഇനി വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല പുളിയുള്ളതാണെങ്കിൽ 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കടുക് താളിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ നിർബന്ധമായും ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല. താളിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കണം.
ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ഇളക്കി കൊടുത്താൽ മതി. അതുവരെ അടച്ചു വെക്കണേ. മാങ്ങ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്